Welcome all. Today we are going to discuss our module 4 of cloud computing syllabus. So in this lecture we are going to study about a cloud developing platform that is derived or defined by Manjarosoft software solution, that is called Aneka platform. Let us start. Aneka is a software solution for developing, deploying and managing cloud computing application as a pure platform as a service architecture. So Aneka is maintained by Manjarosoft solution and it has a number of different software APIs that is provided for creating new services and developing new cloud-based applications. So as I told earlier, Aneka is a pure PaaS solution, that means platform as a service solution. As we told earlier that infrastructure as a service, that is mainly used for creating the new cloud. Platform as a service, that is used for developers in order to develop cloud based application. And the third one is software as a service, in that the users will use the software that is already deployed in the cloud. So Aneka ഒരു Manjaro software solution ആണ്. So it will provide a middleware for managing scaling distributed application, because it is a platform service. It need to be scaled according to the user requirement. Then also need to be managed in order to provide the quality of service solution. And it will also provide extensible APIs to developers to create their own cloud based application. അപ്പോൾ രണ്ട് സൊല്യൂഷനാണ് മെയിനായിട്ടും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന്, മാനേജ് ചെയ്യാനും സ്കെയിൽ അപ്പും സ്കെയിൽ ഡൗണും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ, ദാറ്റ് ഈസ് കോൾഡ് റൺ ടൈം പ്രൊസീജർ, റൺ ടൈം സ്ട്രക്ചർ. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ക്രിയേറ്റ്, പുതിയ ആപ്ലിക്കേഷൻ ക്ലൗഡ് ബേസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള APIs. സോ ദാറ്റ് ഈസ് കോൾഡ് SDK. ഒരു അനേക ആർക്കിടെക്ചറിന്റെ മെയിൻ രണ്ട് പോർഷൻസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. സോ അനേക ഈസ് എ application platform that is used to develop, deploy and managing cloud application on a heterogeneous systems of network that are interconnected together by using anyway through internet or private intranet. ഇന്റർനെറ്റ് വഴിയോ ഇൻട്രാനെറ്റ് വഴിയോ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് അതിൽ മഞ്ചാരോ സോഫ്റ്റ്വെയറിനെ അനേക എന്ന് പറയുന്ന ക്ലൗഡ് പ്ലാറ്റ്ഫോം ഇൻസ്റ്റാൾ ചെയ്ത് ഒരു പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. The figure shows the basic infrastructure of Aneka Cloud. ഈ അടിയിൽ തന്നിരിക്കുന്ന പോർഷൻസ് ആണ് നമ്മുടെ അനേകയുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇൻഫ്രാസ്ട്രക്ചർ അനേക അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് സൊല്യൂഷൻ അല്ല അനേക പ്രൊവൈഡ് ചെയ്യുന്നത്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് സൊല്യൂഷൻ ആണ്. ഈ പ്ലാറ്റ്ഫോമിന്റെ അല്ലെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മുകളിലാണ് അനേക പ്ലാറ്റ്ഫോം നാം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അനേക ആർക്കിടെക്ചറിന് രണ്ട് പോർഷൻ ആണുള്ളത്. ദി ഫസ്റ്റ് പോർഷൻ ഈസ് കോൾഡ് SDK. SDK എന്ന് പറഞ്ഞാൽ അവിടെയാണ് യൂസർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോർഷൻ റൺ ടൈം പോർഷൻ ആണ്. ഈ റൺ ടൈം പോർഷനിലാണ് മെയിനായിട്ട് മാനേജിങ്ങും അണ്ടർലൈയിങ് ആയിട്ടുള്ള ഈ തന്നിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അവയുടെ രജിസ്ട്രേഷനും അങ്ങനെയുള്ള മെമ്പർഷിപ്പ് കാറ്റലോഗുകളൊക്കെ ഡീൽ ചെയ്യുന്നത്. സോ ഈ മൂന്ന് പോർഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അനേക സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് വേണ്ടി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് അപ്രോച്ചസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ത്രെഡഡ് ബേസ്ഡ്, ടാസ്ക് ബേസ്ഡ്, MapReduce ബേസ്ഡ്. ഈ ഓരോ മോഡൽസിനെ സംബന്ധിച്ച് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ നമുക്ക് ആ സമയത്ത് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ മറ്റൊരു ക്ലൗഡ് ആകാം, അല്ലെങ്കിൽ ഗ്രിഡ് ആകാം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലസ്റ്ററോ ഡാറ്റാ സെന്ററോ ആകാം, ഇല്ലെങ്കിൽ ഒരു മൾട്ടി കോർ സിസ്റ്റം ആകാം. ഏത് സിസ്റ്റം ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ പ്രോസസ്സർ ആണെങ്കിൽ അതിൻ്റെ അൺയൂസ്ഡ് ആയിട്ടുള്ള ക്ലോക്ക് ഫ്രീക്വൻസിനെ കൂടുതൽ ഉപയോഗപ്രദമാക്കി അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് അല്ലെങ്കിൽ മാക്സിമം ത്രൂപുട്ട് ലഭിക്കാനുള്ള ഒരു മെത്തേഡാണ് അനേക ക്ലൗഡ് വഴി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. This figure shows the framework overview of Aneka. We can see that the underlying is infrastructure.
In that, just above the infrastructure, we have a platform abstraction layer. Then we have a large cell. It is called a middleware or container, which is the core part of Aneka system. And in above that, we have application development and management. Anekയുടെ container ആണ് ഇതിന്റെ core system എന്ന് പറയുന്നത്. Container servicesനെ മൊത്തമായിട്ട് നമ്മൾ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫാബ്രിക് സർവീസ്, സെക്കൻഡ് വൺ ഈസ് ഫൗണ്ടേഷൻ സർവീസ് ആൻഡ് ദ തേർഡ് വൺ ഈസ് എക്സിക്യൂഷൻ സർവീസ്. ഇതിന്റെ മുകളിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിനും മാനേജ്മെന്റിനും വേണ്ടിയിട്ടുള്ള അനേകം APIസും ഇന്റർഫേസസും അനേക പ്രൊവൈഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറിന്റെ തന്നെ ഏറ്റവും അടിയിലായിട്ട് ഒരു ലിറ്റിൽ വെയിറ്റ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് എ പ്ലാറ്റ്ഫോം അബ്സ്ട്രാക്ഷൻ ലെയർ. ഈ പ്ലാറ്റ്ഫോം അബ്സ്ട്രാക്ഷൻ ലെയർ ആണ് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുകയും അതിനെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നു. The core infrastructure of Aneka system provides a uniform layer that allow the framework to be deployed on different platforms and operating system. ഏത് പ്ലാറ്റ്ഫോമിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഏത് അണ്ടർലൈങ് ഇൻഫ്രാസ്ട്രക്ചർ ആണോ ഏത് ഇൻഫ്രാസ്ട്രക്ചറും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിഫോം ലെയർ ആണ്, infrastructure layer ആണ് Aneka provide ചെയ്യുന്നത്. The Aneka container is installed on each node and this constitutes the basic building block of the middleware. നമ്മൾക്ക് ഏത് സിസ്റ്റമാണ് നമ്മൾ ക്ലൗഡിലോട്ട് ആഡ് ചെയ്യുന്നത് അവിടെ നമ്മൾ അനേക്കയുടെ ക്ലൗഡ് സിസ്റ്റം അല്ലെങ്കിൽ അനേക സോഫ്റ്റ്വെയർ നാം ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതോടുകൂടി ഇതിന്റെ മുകളിൽ ഒരു അനേക കണ്ടെയ്നർ സോഫ്റ്റ്വെയർ സർവീസ് ഫോം ചെയ്യുന്നു. സോ ഈ സോഫ്റ്റ്വെയർ സർവീസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ അനേക കണ്ടെയ്നർ സർവീസ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഈ അനേക കണ്ടെയ്നർ സോഫ്റ്റ്വെയർ മറ്റ് സിസ്റ്റങ്ങളിലെ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിലെ മറ്റ് സിസ്റ്റങ്ങളിലെ കണ്ടെയ്നർ സോഫ്റ്റ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് അനേക ക്ലൗഡ് ഫോം ചെയ്യുന്നത്. എ കളക്ഷൻ ഓഫ് ഇന്റർ കണക്റ്റഡ് കണ്ടെയ്നേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി അനേക ക്ലൗഡ്. അനേക ഫോളോസ് എ സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചർ ആൻഡ് ദിസ് സർവീസ് ആർ ഫണ്ടമെന്റൽ കമ്പോണൻസ് ഓഫ് അനേക ക്ലൗഡ്. അനേക്കയുടെ ഏത് ഫീച്ചറും നമ്മൾ ആക്സസ് ചെയ്യുന്ന ഒരു സർവീസ് ആയിട്ടാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് എ സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചർ. ദ ഇൻഫ്രാസ്ട്രക്ചർ അലൗ ദ integration of new services or replacement of existing one with a different implementation. നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സർവീസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ഒരു സർവീസിനെ മാറ്റി നമ്മുടെ സ്വന്തം സർവീസ് വെക്കാം. സോ ഇങ്ങനെ ഉള്ളതിനെ പുതിയൊരു സർവീസിനെ ആഡ് ചെയ്യുന്നതിനും ഉള്ള സർവീസിനെ റീപ്ലേസ് ചെയ്യുന്നതിനും വേണ്ട എല്ലാ ഫെസിലിറ്റീസും അനേക്കയുടെ കണ്ടെയ്നറിലും ഇൻഫ്രാസ്ട്രക്ചറിലും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. A programming model represents a collection of abstractions that developers can use to build a distributed application. So, the implementation of new model requires the development of the specific programming abstraction used by the application developer. നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അനേക ഓട്ടോമാറ്റിക്കലി മെയിൻ ആയിട്ട് 3-4 ടൈപ്പ് പ്രോഗ്രാമിംഗ് മോഡൽ നമുക്ക് ടാസ്ക് എങ്കിൽ അല്ലെങ്കിൽ ത്രെഡ് ആയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ MapReduce മോഡലായിട്ടാണെങ്കിൽ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് മോഡൽ ഓൾറെഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള പ്ലാറ്റ്ഫോംസ് APIസും അതിനുള്ള അബ്സ്ട്രാക്ഷൻ ലെയറും അനേക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പുതിയ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് മോഡൽസ് ഡെവലപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് ഡെവലപ്പ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള അബ്സ്ട്രാക്ഷൻ ലെയറും അതിന് വേണ്ടിയിട്ടുള്ള APIസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കൂടി അനേക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SDK provides developers with APIs to develop application with the existing program module and object model for creating models. So ഇപ്പോഴുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് മോഡൽ വെച്ചിട്ടാണ് നാം അനേക ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള APIs അനേക SDK പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് നമുക്ക് പുതിയൊരു പ്രോഗ്രാമിംഗ് മോഡലാണ് വേണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റ് മോഡലും അനേക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ മാനേജ്മെന്റ് കിറ്റ് ഈസ് മോസ്റ്റ്ലി ഫോക്കസ്ഡ് ഓൺ ഇന്ററാക്ടിംഗ് വിത്ത് ദ റൺ ടൈം സർവീസ് ഫോർ മാനേജിംഗ് ദ ഇൻഫ്രാസ്ട്രക്ചർ യൂസർ ആൻഡ് ആപ്ലിക്കേഷൻ. അനേകയുടെ മാനേജ്മെന്റ് സർവീസ് കൂടുതലായിട്ടും ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന യൂസേഴ്സിന്റെ മാനേജ്മെന്റിനും മോണിറ്ററിങ്ങിനും ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ളതായിരിക്കും. എന്തൊക്കെയാണ് അനേക സർവീസസ് എന്ന് നോക്കാം. ദി ഫസ്റ്റ് വൺ ഈസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് സ്കെയിലിംഗ്. ഇലാസ്റ്റിക് മീൻസ് വി ക്യാൻ എക്സ്പാൻഡ് ആൻഡ് കംപ്രസ്. അതാണ് ഇലാസ്റ്റിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഡൈനാമിക്കലി അനേകയെ എക്സ്പാൻഡ് ചെയ്യാനും അനേകയെ കംപ്രസ് ചെയ്യാനും വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ ആഡ് ചെയ്യാനും ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ റിമൂവ് ചെയ്യാനും ഡൈനാമിക്കലി നമുക്ക് പറ്റും. അതുകൊണ്ട് എക്സ്പാൻഷനും കംപ്രഷനും അല്ലെങ്കിൽ അപ്സൈസിങ്ങും ഡൗൺ സൈസിങ്ങിനും അധികം കോൺഫിഗറേഷൻ ആവശ്യമില്ല എന്നുള്ളതാണ് അനേകയുടെ ഒരു അഡ്വാൻറ്റേജ്. സെക്കൻഡ് വൺ ഈസ് റൺ ടൈം മാനേജ്മെന്റ് കീപ്സ് ദ ഇൻഫ്രാസ്ട്രക്ചർ അപ്പ് ആൻഡ് റണ്ണിങ്
and serves as a hosting environment of the service. അപ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അപ്പ് അല്ലെങ്കിൽ റണ്ണിങ് ആണ് എന്നുള്ളതും അതോടൊപ്പം ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ അനേക വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം, വെബ്സൈറ്റ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റൺ ടൈം മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി. ദ തേർഡ് വൺ ഈസ് റിസോഴ്സ് മാനേജ്മെന്റ്. പേരിൽ നമുക്ക് മനസ്സിലാക്കാം, റിസോഴ്സ് മാനേജ്മെന്റ് നമ്മുടെ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളുമാണ് ഡീൽ ചെയ്യുന്നത്. റിസോഴ്സ് ആർ ആഡഡ് ആൻഡ് റിമൂവ്ഡ് ഡൈനാമിക്കലി according to the application needs and user requirement. It also provides capabilities for reserving nodes for exclusive use by specific application. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ റിസോഴ്സിനെ റിസർവ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടി റിസോഴ്സ് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ആപ്ലിക്കേഷൻ മാനേജ്മെന്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഷെഡ്യൂളിംഗ്, എക്സിക്യൂട്ടിംഗ്, മോണിറ്ററിംഗ് ആൻഡ് സ്റ്റോറേജ് മാനേജ്മെന്റ്. ഈ ഓരോ കാര്യങ്ങളും നമുക്ക് പിന്നീട് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ഈസ് യൂസർ മാനേജ്മെന്റ്. അനേകയിൽ നമുക്ക് യൂസറിനെയും യൂസർ ഗ്രൂപ്പിനെയും ഓരോ യൂസർക്കും ഇൻഡിവിജ്വൽ പെർമിഷൻ കൊടുക്കുന്നതിന് നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചറും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന യൂസർ മാനേജ്മെന്റ് ഗ്രൂപ്പാണ്. ദെൻ QoS ആൻഡ് SLA മാനേജ്മെന്റ് ആൻഡ് ബില്ലിംഗ്. ക്വാളിറ്റി ഓഫ് സർവീസ് എന്നാണ് QoS എന്നതിന്റെ ഫുൾ ഫോം. നമുക്ക് ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് നമുക്ക് ഫുൾ ടൈം വർക്കിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് യൂസറിന്റെ നമ്മുടെ ഉപയോഗം അനുസരിച്ച് മീറ്റർ ചെയ്ത് ബില്ല് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഓരോ യൂസറിനും അല്ലെങ്കിൽ എത്രമാത്രം റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടും ബില്ല് ചെയ്യാനുള്ള ഫെസിലിറ്റിയും അനേക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നാം ഓൾറെഡി അനേക്കയുടെ ഈ ഫ്രെയിം വർക്ക് നാം കണ്ടതാണ്. ഈ ഫ്രെയിം വർക്കിന്റെ ഓരോ പാർട്സുമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. Almost all operation performed within Aneka are carried out by the service managed by the container. ഓൾമോസ്റ്റ് എല്ലാ ഓപ്പറേഷനും അനേക്കയുടെ കണ്ടെയ്നർ പാർട്ടിലാണ് പെർഫോം ചെയ്യുന്നത്. കണ്ടെയ്നർ ഈസ് എ ലൈറ്റ് വെയ്റ്റ് സോഫ്റ്റ്വെയർ ലെയർ ഡിസൈൻ ടു ഹോസ്റ്റ് സർവീസ് ആൻഡ് ഇന്ററാക്ട് വിത്ത് അണ്ടർലൈൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ്വെയർ. അനേക്ക ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു ലെസ് ദാൻ 10 MB മാത്രമാണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ലൈറ്റ് വെയ്റ്റ് സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഓവർ ദി ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കണ്ടെയ്നർ ആണ്. The main role of the container is to provide a lightweight environment to deploy services and some basic capabilities such as communication channel through which it interacts with the other node in the Aneka cloud. നമുക്ക് Aneka cloud നമുക്ക് ക്ലൗഡ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് സർവീസ് അണ്ടർലൈൻ ഇൻഫ്രാസ്ട്രക്ചറിന് മേലിൽ ബിൽഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഡിഫറൻറ്റ് അനേക കമ്പൈലറുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ് അനേക ക്ലൗഡ് ഫോം ചെയ്യുന്നതെന്ന് നാം പറഞ്ഞു. സോ ഈ അനേക കണ്ടെയ്നറുകളുമായിട്ടുള്ള കണക്ഷൻ വേണ്ടിയിട്ടുള്ള കണക്ഷൻ ചാനൽസ് പ്രൊവൈഡ് ചെയ്യുന്നു അനേക കണ്ടെയ്നർ ആണ്. ഡ്യൂട്ടീസ് ഓഫ് അനേക കണ്ടെയ്നർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻലി 3 parts: ഫാബ്രിക് സർവീസ്, ഫൗണ്ടേഷൻ സർവീസ് ആൻഡ് ആപ്ലിക്കേഷൻ സർവീസ്. The service stack resides on top of the platform abstraction layer, which is the interface to underlying operating system and hardware. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിന്റെ ഹാർഡ്വെയർ കമ്പോണന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ 3 സർവീസും ഫാബ്രിക്, ഫൗണ്ടേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ സർവീസിന്റെയും അടിയിലായി ഒരു പ്ലാറ്റ്ഫോം അബ്സ്ട്രാക്ഷൻ ലെയർ ഉണ്ട്. So എന്താണ് ഈ പ്ലാറ്റ്ഫോം അബ്സ്ട്രാക്ഷൻ ലെയറിന്റെ ഡ്യൂട്ടി? The platform abstraction layer is a small layer of software that comprises the detection engine, which automatically configure the container at the boot time and a platform specific component to access below information and implement abstraction layer. Platform abstraction layerന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സിസ്റ്റം ബൂട്ടപ്പിൽ നമ്മുടെ കണ്ടെയ്നറിനെ കോൺഫിഗർ ചെയ്യുക. നമ്മുടെ നോഡ് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന നോഡ് ബൂട്ടപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ഓട്ടോമാറ്റിക്കലി കണ്ടെയ്ൻസ് എ ഡിറ്റക്ഷൻ എഞ്ചിൻ ആൻഡ് ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി കോൺഫിഗർ ദി കണ്ടെയ്നർ അക്കോർഡിംഗ്ലി ഇൻ ഓർഡർ ടു ആഡ് ദിസ് പർട്ടിക്കുലർ നോഡ് ഇൻ ടു അനേക ക്ലൗഡ്. And also it provide some abstraction layer features to provide for Windows operating system, and also it collect some basic information. ആ information ഏതൊക്കെയാണ് ഞാൻ അടിയിൽ തന്നിരിക്കുന്നത്. It provides uniform and platform independent implementation of interface of accessing hosting platform. അടിയിലുള്ള ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അടിയിലുള്ള ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അത് ക്ലൗഡ് ആയിക്കോട്ടെ, ഗ്രിഡ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും അത് യൂസറിന് തൊട്ട് മുകളിൽ ലെയറുള്ള യൂസറിനോ അത് ഉപയോഗിക്കുന്ന ഡെവലപ്പർക്കോ ഫീൽ ചെയ്യാത്ത തരത്തിലുള്ള പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആക്സസ് മെക്കാനിസം
അനേക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂണിഫോം ആൻഡ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആക്സസ് ടു റിമോട്ട് നോഡ്സ്. റിമോട്ട് നോഡ് വേറെ ഏത് പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ അവയിലേക്കും യൂണിഫോം ആയിട്ട് അല്ലെങ്കിൽ ഒരേ ഒരു സെയിം ഇന്റർഫേസ് തന്നെ ആക്സസ് ചെയ്യാനുള്ള ഇന്റർഫേസ് ഉപയോഗിച്ച് തന്നെ ആക്സസ് ചെയ്യാനുള്ള മെക്കാനിസവും അനേക പ്രൊവൈഡ് ചെയ്യുന്നു. ഓൾസോ യൂണിഫോം ആൻഡ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് മാനേജ്മെന്റ് ഇന്റർഫേസ്. ഏത് ക്ലൗഡിനെയും നമ്മുടെ ഡിവൈസിനും, അത് നമ്മൾ ക്ലൗഡ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഏത് നോഡ് ആയിക്കോട്ടെ, അത് ഏത് പ്ലാറ്റ്ഫോം, ഏത് ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അവയെ യൂണിഫോം ആയിട്ട് ഒരു സിംഗിൾ ഇന്റർഫേസിലൂടെ മാനേജ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും അനേക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾസോ ദ ഫോർത്ത് വൺ ഈസ് യൂണിഫോം ആക്സസ് ടു എക്സ്റ്റൻഡഡ് ആൻഡ് അഡീഷണൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം. ബേസിക് ആയിട്ട് കുറച്ച് ഡേറ്റ കളക്ട് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് അഡീഷണൽ ഡേറ്റ എന്തെങ്കിലും കളക്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്റ്റൻഡഡ് അഡീഷണൽ പ്രോപ്പർട്ടി, എക്സ്റ്റൻഡഡ് ഫീച്ചേഴ്സ് റിട്രീവ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും അനേക്കയുടെ പ്ലാറ്റ്ഫോം അബ്സ്ട്രാക്ഷൻ ലെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ലൈറ്റ് വെയിറ്റ് സോഫ്റ്റ്വെയർ ആണ്. ദി പ്ലാറ്റ്ഫോം അബ്സ്ട്രാക്ഷൻ ലെയർ is responsible for dictating the support hosting environment and provide the corresponding information to container to interact with. ഈ പ്ലാറ്റ്ഫോം അബ്സ്ട്രാക്ഷൻ ലെയർ ആണ് അണ്ടർലൈങ് ഹാർഡ്വെയറിന്റെ ഡീറ്റെയിൽസ്, സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ കണ്ടെയ്നറിന് പാസ് ചെയ്തിട്ട് ഇന്ററാക്ഷൻ, കണ്ടെയ്നറും അല്ലെങ്കിൽ കണ്ടെയ്നർ സർവീസസും അടിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാത്ത് അല്ലെങ്കിൽ അതിലുള്ള മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അബ്സ്ട്രാക്ഷൻ ലെയർ ആണ്. പ്ലാറ്റ്ഫോം അബ്സ്ട്രാക്ഷൻ ലെയർ കളക്ട് ചെയ്യുന്ന ചില സാമ്പിൾ ഡേറ്റയാണ് ഇവിടെ തന്നിരിക്കുന്നത്. എത്ര നമ്പർ ഓഫ് കോർസ് ഉണ്ട്, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി, ഹൗ മച്ച് CPU is currently using and how much it is free in order to use that clock frequency to our cloud platform, and what is the memory size and how much it is used, what is the aggregate disk space available in this node system, and what is the network address and device what are the device attached to the existing node. സോ ഈ നോഡിനോടുള്ള കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളുടെ ഡീറ്റെയിൽസ്, അതിന്റെ ക്ലോക്ക് ഫ്രീക്വൻസി, മെമ്മറി ഡീറ്റെയിൽസ്, ഡിസ്ക് സ്പേസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനേക്കയുടെ പ്ലാറ്റ്ഫോം അബ്സ്ട്രാക്ഷൻ ലെയർ ഓൺ ബൂട്ടപ്പിൽ തന്നെ അല്ലെങ്കിൽ ഇനീഷ്യൽ കോൺഫിഗറേഷൻ തന്നെ അത് ഫെച്ച് ചെയ്യും. ഇതോടൊപ്പം വി ക്യാൻ require or we can query additional features such as what is the processor, what type of processor, and what is the family of the processor. All these type of information can be also retrieved by using platform abstraction layer in a name value pair. Name value എന്നുള്ള രണ്ട് രീതിയിൽ ഒരു പെയർ ആയിട്ട് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷനെ ഫെച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൂടി അനേക്കയുടെ പ്ലാറ്റ്ഫോം അബ്സ്ട്രാക്ഷൻ ലെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Based on the service providing, Aneka container is divided into mainly three parts: fabric service, foundation service, and application service. Also it contains the platform abstraction layer that we have discussed already, and the first software stack is fabrication service. ഫാബ്രിക്കേഷൻ സർവീസ് മെയിൻ ആയിട്ടും രണ്ട് ടൈപ്പ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്: പ്രൊഫൈലിംഗ് ആൻഡ് മോണിറ്ററിംഗ് സർവീസ്, റിസോഴ്സ് മാനേജ്മെന്റ് സർവീസ്. സോ ഓരോ സർവീസും നമ്മൾ ഡിസ്കസ് ചെയ്യാം. ദി ഫസ്റ്റ് വൺ ഈസ് പ്രൊഫൈലിംഗ് ആൻഡ് മോണിറ്ററിംഗ് സർവീസ്. പ്രൊഫൈലിംഗ് ആൻഡ് മോണിറ്ററിംഗ് സർവീസ് മോസ്റ്റ്ലി എക്സ്പോസ്ഡ് ത്രൂ ദി ഹെഡ് ബീറ്റ് മോണിറ്ററിംഗ് ആൻഡ് റിപ്പോർട്ട് സർവീസ്. പ്രൊഫൈൽ ആൻഡ് മോണിറ്ററിംഗ് സർവീസ് മൂന്ന് ഫേസിലൂടെയാണ് നാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ദി ഫസ്റ്റ് ഫേസ് ഇസ് ഹെഡ് ബീറ്റിംഗ് ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് മോണിറ്ററിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സർവീസ്. ഹെഡ് ബീറ്റിംഗ് മീൻസ് periodically collect the dynamic information about the node and publish this information to the membership service in the Aneka cloud. സോ നമ്മുടെ നോഡിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഡൈനാമിക്കലി കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഹാർട്ട് ബീറ്റ്. നമുക്കറിയാം നമ്മുടെ ഹ്യൂമനിലെ ഹാർട്ട് ബീറ്റ് എന്നുള്ളത് നാം എലൈവ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഹേർട്ട് എലൈവ് ആണ് എന്നുള്ളതിൻ്റെ ഒരു സിഗ്നേച്ചർ ആണ്. എന്ന് പറഞ്ഞ പോലെ ഹാർട്ട് ബീറ്റിംഗ് സർവീസ് എന്ന് പറയുന്നത് ഡൈനാമിക്കലി ഹോസ്റ്റിന്റെ സ്റ്റാറ്റസ് കളക്ട് ചെയ്യുകയും അത് ഒരു ഇന്റർവൽ ടൈമിൽ ഫ്രീക്വൻലി ഓൾ ഓഫ് ദി ലൈഫ് ടൈം ഇന്റർവൽ ടൈമിൽ ഈ സ്റ്റാറ്റസ് റിപ്പീറ്റ് ചെയ്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാർട്ട് ബീറ്റിംഗ് സർവീസ് എന്ന് പറയുന്നത്. ദ ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് മെമ്മറി സ്പേസ്, ഡിസ്ക് സ്പേസ്, CPU ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആർ കളക്ടഡ്. ഈ ഹാർട്ട് ബീറ്റിംഗ് ഫേസിലാണ് എല്ലാ പ്രാവശ്യവും ഒരു സിസ്റ്റത്തിന് എത്ര മെമ്മറി ഫ്രീ ഉണ്ട്, അതിന്റെ ഡിസ്ക് സ്പേസ് എത്ര, CPU യൂസേജ്, ഇങ്ങനെയുള്ള എല്ലാ ബേസിക് ഇൻഫർമേഷനും കളക്ട് ചെയ്യും. മോണിറ്ററിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഈസ് എ ജനറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ മോണിറ്ററിംഗ് ദി ആക്ടിവിറ്റി ഓഫ് എനി സർവീസ് ഇൻ ദി ക്ലൗഡ്. നമ്മുടെ ക്ലൗഡിലുള്ള ഏത് സർവീസും മോണിറ്ററിംഗ് നടക്കുന്നത് മോണിറ്ററിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് ആണ്.
ഈ മോണിറ്ററിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ് പിന്നീട് അടുത്ത സ്റ്റേജിലുള്ള ബില്ലിങ്ങിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. All these information can be stored in relational database or a flat file. ഇത് സാധാരണഗതിയിൽ RDBMS നമുക്ക് കുറെ നമ്മൾ നേരത്തെ പറഞ്ഞ DBMS റിലേഷണൽ ഡേറ്റാബേസ് ടേബിൾ ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഫ്ലാറ്റ് ഫയൽ ആയിട്ട് സേവ് ചെയ്യാം. Then several built-in service provide the information through profiling and monitoring. ഈ പ്രൊഫൈലിംഗ് ആൻഡ് മോണിറ്ററിംഗ് സർവീസ് ഉപയോഗിച്ചിട്ടാണ് ഒരുപാട് ടൈപ്പ് ഓഫ് അനദർ സർവീസുകൾ വർക്ക് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ മെമ്പർഷിപ്പ് കാറ്റലോഗ് ട്രാക്ക് ദ പെർഫോമൻസ് ഓഫ് ഇൻഫർമേഷൻ ഓഫ് നോട്ട്സ്. നമ്മുടെ അണ്ടർലൈങ് നോഡ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് മെമ്പർഷിപ്പ് കാറ്റലോഗ് സർവീസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സ്റ്റോറേജ് സർവീസ് ആണ്, നമുക്ക് എത്ര ഡിസ്ക് സ്പേസ് ഇനി റിമൈനിങ് ഉണ്ട്, അല്ലെങ്കിൽ അപ്ലോഡ് ഡൗൺലോഡ് ടൈം ഫയൽ നെയിം സൈസ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോറേജ് സർവീസ് ആണ്. ഷെഡ്യൂളിംഗ് സർവീസ് നമ്മുടെ ജോബിന്റെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നതും അത് വർക്ക് ചെയ്യിക്കുന്നതും ഷെഡ്യൂളിംഗ് സർവീസ് ആണ്. ഈ ഇൻഫർമേഷൻ എല്ലാം പ്രൊഫൈലിംഗ് ആൻഡ് മോണിറ്ററിംഗ് സർവീസിൽ നിന്നുമാണ് കിട്ടുന്നത്. രണ്ടാമത്തത് റിസോഴ്സ് മാനേജ്മെന്റ് സർവീസ് ആണ്. റിസോഴ്സ് മാനേജ്മെന്റ് സർവീസിന്റെ ടാസ്കുകൾ എന്ന് പറയുന്നത് റിസോഴ്സ് മെമ്പർഷിപ്പ്, റിസോഴ്സ് റിസർവേഷൻ ആൻഡ് റിസോഴ്സ് പ്രൊവിഷനിങ് ആണ്. ഈ മൂന്ന് ടാസ്കുകൾ ചെയ്യുന്നതിന് വേണ്ടി നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനേക സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചർ ആയതുകൊണ്ട് ഈ മൂന്ന് ടാസ്കിന് വേണ്ടി മൂന്ന് സർവീസ് റിസോഴ്സ് മാനേജ്മെന്റ് സർവീസിലുണ്ട്. ഒന്നാമത്തെ ഇൻഡെക്സ് സർവീസ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് കാറ്റലോഗ്, സെക്കൻഡ് വൺ ഈസ് റിസർവേഷൻ സർവീസ്, ദ തേർഡ് വൺ ഈസ് റിസോഴ്സ് പ്രൊവിഷനിങ് സർവീസ്. Membership catalog. It keeps the track of basic node information for all the nodes that are connected or disconnected. It implements basic directory service so we can search for a service using nodes and names. So നമ്മുടെ ഡേറ്റ നമ്മുടെ ക്ലൗഡ് കണക്ട് ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്ന അത് കണക്റ്റഡ് ആണെങ്കിലും ഡിസ്കണക്റ്റഡ് ആണെങ്കിലും അതിൻ്റെ ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം ട്രാക്ക് ചെയ്യപ്പെടുന്നത് മെമ്പർഷിപ്പ് കാറ്റലോഗ് ഉപയോഗിച്ചിട്ടാണ്. മെമ്പർഷിപ്പ് കാറ്റലോഗ് നേരത്തെ പറഞ്ഞു ഹെഡ് ബീറ്റിംഗ് എന്ന പരിപാടി വെച്ചിട്ട് ഇത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഹെഡ് ബീറ്റിംഗ് വഴി കിട്ടുന്ന ബേസിക് ഇൻഫർമേഷൻ മെമ്പർഷിപ്പ് കാറ്റലോഗിലാണ് സേവ് ചെയ്യപ്പെടുന്നത്. ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് ബേസിക് ഡയറക്ടറി സർവീസ്. ഈ ബേസിക് ഡയറക്ടറി സർവീസ് ഉപയോഗിച്ച് നമുക്ക് നോഡ് ആൻഡ് നെയിം എന്ന പേര് നമുക്ക് വേണമെങ്കിൽ സർവീസസിനെയോ നമ്മുടെ ഓപ്പറേഷനെയോ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പറ്റും. ഒരു ഡയറക്ടറി സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതിന് വേണ്ടി ഡയറക്ടറി സ്ട്രക്ചറും ഈ മെമ്പർഷിപ്പ് കാറ്റലോഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. During container startup, each node publish its information to the membership catalog and update it constantly during the lifetime. ഹെഡ് ബീറ്റിംഗ് സർവീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ഉപയോഗിച്ച് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ സിസ്റ്റം ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ അത് മെമ്പർഷിപ്പ് കാറ്റലോഗിൽ എൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുകയും ഓരോ ഇന്റർഫെയിലും ത്രൂ ഔട്ട് ദി ലൈഫ് ടൈം അത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് ഈ മെമ്പർഷിപ്പ് കാറ്റലോഗിന്റെ ആക്സസ് ഈസി ആക്കുന്നുണ്ട്. ഈ മെമ്പർഷിപ്പ് കാറ്റലോഗാണ് നമുക്ക് ബാക്കിയുള്ള സർവീസുകൾ, ഫോർ എക്സാമ്പിൾ എക്സിക്യൂഷൻ സർവീസ്, ഏതൊക്കെ നോഡ് ലൈവ് ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഷെഡ്യൂളിംഗ് സർവീസ്, അടുത്ത ജോബ് ആർക്ക് ഏതൊക്കെ നോഡിൽ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തരുന്ന സർവീസുകളെല്ലാം ഈ മെമ്പർഷിപ്പ് കാറ്റലോഗിലെ മെമ്പർഷിപ്പ് സ്റ്റാറ്റസ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ ഡ്യൂട്ടീസ് നിർവഹിക്കുന്നത്. അപ്പൊ ഇത് സ്പീഡപ്പ് ചെയ്യുന്നതിന്റെ ആക്സസ് സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് കാറ്റലോഗ് ഈസ് യൂഷ്വലി സേവ്ഡ് ആസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം. The membership catalog is also the collector of dynamic performance data of each node. നമ്മുടെ ഓരോ നോഡിന്റെയും പെർഫോമൻസ്, ഡൈനാമിക് പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിനുള്ള ഒരു ഡേറ്റയായിട്ടും ഒരു കളക്ഷൻ മെക്കാനിസമായിട്ടും മെമ്പർഷിപ്പ് കാറ്റലോഗ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഓരോ ലൈഫ് ടൈമിൽ അത് പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ എത്രമാത്രം അത് ബിസിയാണ്, എത്രമാത്രം ഫ്രീ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മെമ്പർഷിപ്പ് കാറ്റലോഗ് ഉപയോഗിച്ച് നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഈസ് റിസോഴ്സ് പ്രൊവിഷനിങ്. It is the fundamental service to resource management. റിസോഴ്സ് ഓരോ ഡ്യൂട്ടിക്കും പ്രൊവിഷൻ ചെയ്യുക അല്ലെങ്കിൽ ഓരോ ടാസ്കിനും അസൈൻ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് റിസോഴ്സ് പ്രൊവിഷനിങ്. ഇതാണ് നമ്മുടെ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നുള്ളത്. ഒരു സർവീസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഡൈനാമിക് റിസോഴ്സ് പ്രൊവിഷൻ അലോസ് ടു സ്കെയിൽ അപ്പ് ആൻഡ് ഡൗൺ ദ Aneka code according to the different need. നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് റിസോഴ്സിന് ഡൈനാമിക്കലി ആഡ് ചെയ്യുകയോ ഡൈനാമിക്കലി സ്കെയിൽ ഡൗൺ ചെയ്യുകയോ ചെയ്യുന്നതിന് അനേക്കയിൽ നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്. ഇറ്റ് ഓൾസോ ഹാൻഡിൽ നോഡ് ഫെയിലിയർ, എൻഷുർ ദ ക്വാളിറ്റി ഓഫ് സർവീസ് ഫോർ ആപ്ലിക്കേഷൻ ഓർ മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് പെർഫോമൻസ് ആൻഡ് ത്രൂപുട്ട് ഓഫ് ദി ക്ലൗഡ്.
ഈ റിസോഴ്സ് പ്രൊവിഷനിങ് സർവീസ് നോഡ് ഫെയിലിയർ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ ഹാൻഡിൽ ചെയ്യുകയും അത് ഈ ഫെയിലിയർ നോഡിന് പകരം മറ്റൊരു അറേഞ്ച്മെന്റ് ചെയ്ത് ക്വാളിറ്റി ഓഫ് സർവീസ് നമ്മുടെ പെർഫോമൻസിന്റെ നമ്മുടെ ക്ലൗഡിന്റെ പെർഫോമൻസ് ഒരിക്കലും ലെവല് താഴത്തേക്ക് കോൺസ്റ്റന്റ് പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ നോഡ് ഫെയിലിയർ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് റിസോഴ്സ് പ്രൊവിഷനിങ്ങിന്റെ മറ്റൊരു ഡ്യൂട്ടിയാണ്. ദ അസോസിയേറ്റഡ് സർവീസ് ഈസ് റിസോഴ്സ് പ്രൊവിഷനിങ് സർവീസ്. നമ്മൾ പറഞ്ഞു അനേക്കയുടെ ഏത് പ്ലാറ്റ്ഫോമും ഓരോ സർവീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, എല്ലാം സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചർ ആണ്. റിസോഴ്സ് പ്രൊവിഷനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസ് എന്ന് പറഞ്ഞാൽ റിസോഴ്സ് പ്രൊവിഷനിങ് സർവീസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി ഓപ്പറേഷൻ ദാറ്റ് നീഡഡ് ടു പ്രൊവിഷൻ വെർച്വൽ ഇൻസ്റ്റൻസസ്. നമുക്ക് ഫിസിക്കൽ ഇൻസ്റ്റൻസ് ഉണ്ടാവും. ഈ ഫിസിക്കൽ ഇൻസ്റ്റൻസിനെ തന്നെ ഒരു ഫിസിക്കൽ ഡിവൈസിനെ പല പല വെർച്വൽ ഡിവൈസ് ആയിട്ടായിരിക്കും അത് ക്ലൗഡിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക. സോ ഈ ക്ലൗഡിന്റെ ഈ വെർച്വൽ ഇൻസ്റ്റൻസിനെ അലോക്കേറ്റ് പ്രൊവിഷൻ ചെയ്ത് കൊടുക്കാനുള്ള എല്ലാ ഓപ്പറേഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്ന സർവീസാണ് റിസോഴ്സ് പ്രൊവിഷനിങ് സർവീസ്. ദ ഐഡിയ ഓഫ് ഇംപ്ലിമെന്റിംഗ് ഈസ് റിസോഴ്സ് പൂൾസ്. ഈ റിസോഴ്സ് പ്രൊവിഷനിങ് നാം ചെയ്യുന്നത് റിസോഴ്സ് പൂൾ ഉപയോഗിച്ചിട്ടാണ്. ഇറ്റ് യൂസ് ആൻ ഓപ്പൺ പ്രോട്ടോകോൾ വിച്ച് അലോ യൂസ് ഓഫ് മെറ്റാ ഡാറ്റ ടു ഗാദർ അഡീഷണൽ ഇൻഫർമേഷൻ ഡിസ്ക്രൈബിംഗ് റിസോഴ്സ് പൂൾസ് ആൻഡ് ടു കസ്റ്റമൈസ് പ്രൊവിഷനിങ് റിക്വസ്റ്റ്. സോ ഈ റിസോഴ്സ് പൂൾ എന്ന് പറയുന്ന ഈ ഫെസിലിറ്റിയാണ് റിസോഴ്സ് പ്രൊവിഷനിങ്ങിന് വേണ്ടി നാം യൂസ് ചെയ്യുന്നത്. ഈ റിസോഴ്സ് പൂളിൽ നമുക്ക് അഡീഷണൽ മെറ്റാഡാറ്റ ഇൻഫർമേഷൻ നമുക്ക് ആക്സസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടി റിസോഴ്സ് പൂളിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ പ്രോട്ടോകോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓപ്പൺ പ്രോട്ടോകോൾ നമ്മുടെ റിസോഴ്സ് പൂളിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുകയും അതനുസരിച്ചിട്ട് വരുന്ന റിക്വസ്റ്റുകളെ കസ്റ്റമൈസ് ചെയ്ത് പ്രൊവിഷൻ ചെയ്ത് നോഡുകൾ അലോക്കേറ്റ് ചെയ്യുന്നതിനും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഈസ് ഫൗണ്ടേഷൻ സർവീസ്. നമ്മുടെ കണ്ടെയ്നറിന്റെ സോഫ്റ്റ്വെയർ സ്റ്റാക്കിലെ രണ്ടാമത്തെ സർവീസ് ആണ് ഫൗണ്ടേഷൻ സർവീസ്. ഈ ഫൗണ്ടേഷൻ സർവീസ് ആർ റിലേറ്റഡ് ടു ലോജിക്കൽ മാനേജ്മെന്റ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ബിൽറ്റ് ഓൺ ടോപ്പ് ഓഫ് ദി ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മുകളിലുള്ള ക്ലൗഡിന്റെ മാനേജ്മെന്റും ലോജിക്കൽ മാനേജ്മെന്റുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ഫൗണ്ടേഷൻ സർവീസ് ആണ്. And also it provides supporting service for execution of distributed application. ഇതിന്റെ തൊട്ട് മുകളിലുള്ള ആപ്ലിക്കേഷൻ സർവീസിന് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും നമ്മുടെ ഫൗണ്ടേഷൻ സർവീസ് ആണ്. അപ്പൊ രണ്ട് സർവീസ് ആണ് മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്ന് മാനേജ് ചെയ്യുക, രണ്ട് തൊട്ട് മുകളിലുള്ള സർവീസിന്റെ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഫൗണ്ടേഷൻ സർവീസ് മെയിൻ ആയിട്ട് 3 ഡ്യൂട്ടീസ് ആണ് കവർ ചെയ്യുന്നത്. The first one is storage management for application. Second one is accounting, billing and resource pricing. The third one is resource reservation. Foundation service provide a uniform approach to manage distributed application, and it allows developers to concentrate only on the logic of specific programming model that application built. ഫൗണ്ടേഷൻ സർവീസ് ആണ് നമുക്ക് ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് അപ്രോച്ചസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ഫൗണ്ടേഷൻ നമുക്ക് ഫൗണ്ടേഷൻ സർവീസിൽ നമുക്ക് വരും. സോ ഒരു പ്രോഗ്രാമറെ അല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമറെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ത്രെഡ് ആണെങ്കിൽ ആ ത്രെഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ലോജിക്ക്, അല്ലെങ്കിൽ ടാസ്ക് ആണെങ്കിൽ ആ ടാസ്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്, ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലോജിക്കിനെ പറ്റി മാത്രം അയാൾ ചിന്തിച്ചാൽ മതി. അതിനപ്പുറം അത് ക്ലൗഡിൽ എങ്ങനെ ഡിപ്ലോയ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള എല്ലാ ഫൗണ്ടേഷനും അങ്ങനെയുള്ള എല്ലാ സർവീസുകളും നമ്മുടെ ഫൗണ്ടേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാബ്രിക് സർവീസ് ആൻഡ് ഫൗണ്ടേഷൻ സർവീസ് ടുഗദർ കൺസിഡർ ദ കോർ ഓഫ് ദി അനേക്ക മിഡിൽ വെയർ. അപ്പൊ ഈ രണ്ട് സർവീസും ഫാബ്രിക് സർവീസും ഫൗണ്ടേഷൻ സർവീസും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ അനേക്കയുടെ കോർ സർവീസ് ഫോം ചെയ്യുന്നത്. ദി ഫസ്റ്റ് ഫൗണ്ടേഷൻ സർവീസ് ഈസ് സ്റ്റോറേജ് മാനേജ്മെന്റ്. Aneka offers 2 different facilities for storage management. രണ്ട് ടൈപ്പ് സ്റ്റോറേജ് മാനേജ്മെന്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ഒന്നാമത്തത് സെൻട്രലൈസ്ഡ് ഫയർ സ്റ്റോറേജ് ആണ്. ഇത് യഥാർത്ഥത്തിൽ കമ്പ്യൂട്ട് ഇന്റൻസീവ് ആപ്ലിക്കേഷൻ, അതായത് അതിന്റെ ഫയൽ സൈസ് വളരെ ചെറുതായിരിക്കും, പക്ഷെ അത് പെർഫോം ചെയ്യുന്നതിന് ഹൈ കമ്പ്യൂട്ടർ പ്രോസസർ എഫിഷ്യൻസി, പ്രോസസർ പവർ വേണ്ടി വരും. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സെൻട്രലൈസ്ഡ് ഫയൽ സ്റ്റോറേജ് ഉണ്ട്. അതേസമയത്ത് രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ആണ്. ഇൻ ദാറ്റ്
we have it is mainly used for data intensive application. ഒന്നാമത്തെ കമ്പ്യൂട്ടർ ഇൻറ്റൻസീവ് ആണ്, അവിടെ ഹൈ കമ്പ്യൂട്ടർ പവർ ആണ് വേണ്ടത്, പക്ഷെ വേണ്ടി വരുന്ന മെമ്മറി സ്പേസ് വളരെ തുച്ഛമായിരിക്കും. ഇവിടെ നമുക്ക് ഡാറ്റ സൈസ് വളരെ കൂടുതലാണ്, ടെറാബൈറ്റ് ജിഗാബൈറ്റ് ഡാറ്റ ഒക്കെ ഉണ്ടാകും, പക്ഷേ അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂഷ്വലി നമുക്ക് കമ്പ്യൂട്ടർ പവർ കുറവ് മതി. അങ്ങനെയുള്ള കേസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം യൂസ് ചെയ്യാം. FTP is default option installed in Aneka. അനേക്കയിൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് തന്നിരിക്കുന്ന ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് സ്റ്റോറേജ് ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ടു സപ്പോർട്ട് ഡിഫറെന്റ് പ്രോട്ടോകോൾ ഇറ്റ് ഓൾസോ പ്രൊവൈഡ് എ ഫയൽ ചാനൽ. ഈ ഫയൽ ചാനൽ രണ്ട് പാർട്ട് ചേർന്നാണ് ഒരു ഫയൽ ചാനൽ എന്ന് പറയുന്നത്. ഒന്നാമത്തെ സെർവർ സൈഡിലുള്ള പാർട്ട്, ദാറ്റ് ഈസ് കോൾഡ് ഫയൽ ചാനൽ കൺട്രോളർ. എവിടെ സെർവറിൽ എവിടെയാണ്, ഏത് നോഡിലാണ്, എങ്ങനെയാണ് ഇത് സേവ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് ഡീലിംഗ് ബൈ ദി ഫയൽ ചാനൽ കൺട്രോളർ. ഇത് സെർവർ സൈഡുള്ള ഇതാണ്. രണ്ടാമത്തെ ക്ലൈന്റ് പാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ആക്സസ് ചെയ്യുന്നത്, എങ്ങനെ ഇതിനെ ഡൗൺലോഡ് ചെയ്യും, എങ്ങനെ ഇതിൻ്റെ അകത്ത് ഈ ഫയൽ, അതായത് ക്ലൗഡിൽ സേവ് ചെയ്യപ്പെടുന്ന ഫയലിനെ എങ്ങനെ ബ്രൗസ് ചെയ്യും, ഡൗൺലോഡ് ചെയ്യും, അപ്ലോഡ് ചെയ്യും, ഇങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടുള്ള ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫയൽ ചാനൽ ഹാൻഡിലർ. സോ ഇത്രയുമാണ് സ്റ്റോറേജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പാണ്, സെൻട്രലൈസ്ഡ് ഫയൽ സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സ്റ്റോറേജ്. ഈ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് FTP പ്രോട്ടോകോൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഫയൽ ചാനൽ അഡീഷണൽ പ്രോട്ടോകോളിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫയൽ ചാനൽ കൺട്രോൾ ഉണ്ട്. ഫയൽ ചാനൽ കൺട്രോൾ സെർവർ സൈഡിലും ഫയൽ ചാനൽ ഹാൻഡിലർ ക്ലയന്റ് സൈഡിലും വർക്ക് ചെയ്യുന്നു. ഈ സ്റ്റോറേജ് സർവീസ് മെയിൻ ആയിട്ടും ടാസ്ക് ബേസ്ഡ് പ്രോഗ്രാമിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്ന സെൻട്രലൈസ്ഡ് സ്റ്റോറേജ് സർവീസ് ആകുമ്പോൾ. ഫോർ എക്സാമ്പിൾ ടാസ്ക് അല്ലെങ്കിൽ ത്രെഡ് മോഡൽ, ഈ രണ്ട് മോഡലാണ് നമ്മുടെ സ്റ്റോറേജ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സമയത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ആണെങ്കിൽ, ദാറ്റ് ഈസ് ഡേറ്റ ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് സേവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഇവിടെ അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ഡിസൈൻ ചെയ്തിരിക്കാൻ മാപ്പ് റെഡ്യൂസിങ് മോഡൽ വേണം. ഗൂഗിൾ ഫയൽ സിസ്റ്റം മാപ്പ് റെഡ്യൂസ് മോഡലാണ്. നമുക്ക് അതിനെ സംബന്ധിച്ച് ഇതിന്റെ മൊഡ്യൂളിന്റെ അവസാനം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഫൗണ്ടേഷൻ സർവീസിന്റെ ഡ്യൂട്ടിയാണ് അക്കൗണ്ടിങ്, ബില്ലിംഗ് ആൻഡ് റിസോഴ്സ് പ്രൈസിങ്. ഈ വേർഡിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഡ്യൂട്ടീസ് മനസ്സിലാവും. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം നമ്മുടെ റിസോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് ബില്ല് ചെയ്യുക. ദെൻ ഈ ബില്ലിംഗ് തന്നെ നമ്മൾ ഉപയോഗം അനുസരിച്ച്, അല്ലെങ്കിൽ റിസോഴ്സ് എത്രമാത്രം ഉപയോഗിച്ചു എന്നോ റിസോഴ്സിന്റെ കപ്പാസിറ്റി അനുസരിച്ചോ, സോ ഓരോ റിസോഴ്സിന്റെയും പ്രൈസ് വ്യത്യാസമായിരിക്കും. ഇങ്ങനെയുള്ള ഫീച്ചറിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫൗണ്ടേഷൻ സർവീസിന്റെ രണ്ടാമത്തെ ഡ്യൂട്ടി. അക്കൗണ്ടിങ് കീപ്സ് ട്രാക്ക് ഓഫ് സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ ഇൻ ദി അനേക ക്ലൗഡ്. നമ്മുടെ അനേക ക്ലൗഡ് എത്രമാത്രം റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നു. ഷോസ് ദ യൂസേജ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ആപ്ലിക്കേഷൻ. ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എത്ര ഇൻഫ്രാസ്ട്രക്ചർ, എത്ര റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എവിടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അക്കൗണ്ടിങ് സർവീസിൽ കീപ്പ് ചെയ്യുന്നു. ബില്ലിംഗ് സർവീസ് പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ റിസോഴ്സ് യൂസേജ് ഓഫ് ഈച്ച് യൂസർ വിത്ത് ദി അസോസിയേറ്റഡ് കോസ്റ്റ്. ഓരോ യൂസറും, കാരണം ഓരോ പ്ലാറ്റ്ഫോമിനും ഓരോ കോസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക, ഓരോ നോഡിനും ഓരോ ടൈപ്പ് കോസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അയാൾ യൂസ് ചെയ്യുന്ന ഹൈ പവർ ആണെങ്കിൽ നമുക്കിടെ അയാൾ യൂസ് ചെയ്യുന്ന ഹൈ പവർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ വളരെ ഡേറ്റ പ്രോസസർ എഫിഷ്യൻസി കൂടിയതാണ് എങ്കിൽ അതിന് മറ്റൊരു തരത്തിൽ പ്രൈസിങ് ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബില്ലിംഗ് എലമെന്റ് ആണ് ഡീൽ ചെയ്യുന്നത്. Each resource can be priced differently according to the different set of services that are available on the corresponding Aneka container or the installed software in the node. നമ്മുടെ നോഡിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്, ഓപ്പൺ സോഴ്സ് ആണെങ്കിൽ പ്രൈസ് കുറവായിരിക്കും, പെയ്ഡ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിന് പ്രൈസ് കൂടുതലായിരിക്കും. ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ വെച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മൾ നോഡ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന നോഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന റിസോഴ്സ് വെച്ചിട്ടോ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് റിസോഴ്സ് നമുക്ക് പ്രൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അത് ബില്ലിങ് വളരെ കൺവീനിയന്റ്, യൂസറിന് കൺവീനിയന്റ് ആയ രീതിയിൽ ബില്ല് ചെയ്യുന്നതിന് നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് റിസോഴ്സ് റിസർവേഷൻ ആണ്. നമുക്ക് അഡ്വാൻസ്ലി നമുക്ക് വേണമെങ്കിൽ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് സം റിസോഴ്സ് ക്യാൻ ബി റിസർവ്ഡ്. സപ്പോർട്ട് ദ എക്സിക്യൂഷൻ ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ allows the reserving resource for exclusive use by specific application. നമുക്ക് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ, ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടി അഡ്വാൻസ് ആയിട്ട് റിസോഴ്സ് നമുക്ക് റിസർവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ റിസോഴ്സ് റിസർവേഷൻ 3 ടൈപ്പിലാണ് ചെയ്യുന്നത്. ദ ബേസിക് റിസർവേഷൻ ഫീച്ചേഴ്സ് ദ ബേസിക് കേപ്പബിലിറ്റി ടു റിസർവ് എക്സിക്യൂഷൻ സ്ലോട്ട് ഓൺ നോഡ്സ്. അനേക ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന നോഡിൽ നമ്മുടെ ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സിനെ നമ്മൾ റിസർവ് ചെയ്യുക.
ചിലപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഈ റിസോഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനിഷ്യൽ റിസർവേഷൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസും ബേസിക് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഈസ് ലിബറ റിസർവേഷൻ. ഇത് മറ്റൊരു ടൈപ്പ് ആണ്. നമുക്ക് ഓരോ ഹാർഡ്വെയർ കേപ്പബിലിറ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് പ്രൈസ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ലിബറ റിസർവേഷൻ. ഫീച്ചേഴ്സ് ദ എബിലിറ്റി ടു പ്രൈസ് നോഡ്സ് ഡിഫറently അക്കോർഡിംഗ് ടു ദ ഹാർഡ്വെയർ കേപ്പബിലിറ്റീസ്. ഓരോ നോഡിനെയും ഹാർഡ്വെയർ കേപ്പബിലിറ്റീസ് അനുസരിച്ച് നമുക്ക് നോഡിനെ പ്രൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. റിലേ റിസർവേഷൻ, അവിടെ നമ്മൾ ഒരു റിസോഴ്സ് ബ്രോക്കർ ഉപയോഗിച്ച് നമ്മൾ റിസോഴ്സിന് റിസർവ് ചെയ്യലാണ്. അപ്പൊ ഇതാണ് 3 ടൈപ്പ്. ഒന്ന് ബേസിക് റിസർവേഷൻ, അവിടെ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് റിസർവ് ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായാൽ അത് മാനേജ് ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനും അത് പ്രൊവൈഡ് ചെയ്യുന്നു. ഓരോ ഹാർഡ്വെയറിന്റെ കേപ്പബിലിറ്റീസ് പ്രൈസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ലിബറ റിസർവേഷൻ. അതേപോലെ തന്നെ റിസോഴ്സ് ബ്രോക്കർ ഉപയോഗിച്ച് നാം റിസർവ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റിലേ റിസർവേഷൻ. നമ്മുടെ കണ്ടെയ്നറിന്റെ ടോപ്പ് ലെവൽ വരുന്ന സോഫ്റ്റ്വെയർ സ്റ്റാക്ക് ആണ് ആപ്ലിക്കേഷൻ സർവീസ്. ആപ്ലിക്കേഷൻ സർവീസ് മാനേജ് ദ എക്സിക്യൂഷൻ ഓഫ് ആപ്ലിക്കേഷൻ. നമ്മൾ ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അത് ഏതൊക്കെ നോഡിന്റെ സർവീസസ് ആണ്, ഏതൊക്കെ നോഡിന്റെ ഹാർഡ്വെയർ ഇൻഫ്രാസ്ട്രക്ചറുകളാണ് അത് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആപ്ലിക്കേഷൻ സർവീസ് ആണ്. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ലെയർ ദാറ്റ് എക്സ്ക്ലൂസീവ്ലി റിക്വയർഡ് ബൈ ദി സ്പെസിഫിക് പ്രോഗ്രാമിംഗ് മോഡൽ ദാറ്റ് ആപ്ലിക്കേഷൻ ഹാസ് ബിൽറ്റ് ഓൺ. അതായത് നമ്മുടെ ഓരോ പ്രോഗ്രാമിംഗ് മോഡലിനും സ്പെസിഫിക് ആയിട്ട് നമുക്ക് കുറെ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഈ ഫീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് മോഡൽ സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള അബ്സ്ട്രാക്ട് ലെയർ പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സർവീസ് ആയിരിക്കും. ഈ ആപ്ലിക്കേഷൻ സർവീസ് മെയിൻ ആയിട്ടും 2 എണ്ണമാണ്. ഫസ്റ്റ് വൺ ഈസ് ഷെഡ്യൂളിംഗ് സർവീസ്, സെക്കൻഡ് വൺ ഈസ് എക്സിക്യൂഷൻ സർവീസ്. എന്താണ് ഷെഡ്യൂളിംഗ് സർവീസ്? ആർ ഇൻ ചാർജ് ഓഫ് പ്ലാനിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ ഓൺ ടോപ്പ് ഓഫ് അനേക ആൻഡ് ഗവേണിംഗ് ദി നോഡ് അലോക്കേഷൻ. നമ്മൾക്ക് ഏത് നോഡിലാണ് അല്ലെങ്കിൽ ഏത് റിസോഴ്സിലാണ് വരുന്ന ആപ്ലിക്കേഷൻ റണ്ണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും, അതോടൊപ്പം തന്നെ ഏത് നോഡാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഷെഡ്യൂളിംഗ് ആണ് ഷെഡ്യൂളിംഗ് സർവീസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഷെഡ്യൂളിംഗ് സർവീസ് ടാസ്ക് ആർ ജോബ് ടു നോഡ് മാപ്പിംഗ്. ഏത് ജോബ് ഏത് നോഡ് ചെയ്യണം. റീഷെഡ്യൂളിംഗ് ഓഫ് ഫെയിൽഡ് ജോബ്സ്. ഒരു ജോബ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അത് മറ്റാർക്ക് റീഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. ജോബ് സ്റ്റാറ്റസ് മോണിറ്ററിംഗ്. ഇപ്പോഴത്തെ ജോബിന്റെ അല്ലെങ്കിൽ ടാസ്കിന്റെ സ്റ്റാറ്റസ് എന്താണ്, കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടത്തേക്ക് പുതിയ ടാസ്കിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മോണിറ്ററിംഗ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ റണ്ണ് ചെയ്യേണ്ടതുണ്ടോ, റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, റൺ എക്സിക്യൂഷൻ കംപ്ലീറ്റ് കഴിഞ്ഞോ, ഇങ്ങനെയുള്ള സ്റ്റാറ്റസ് ആണ് ഷെഡ്യൂളിംഗ് സർവീസിന്റെ ഡ്യൂട്ടിയിൽ വരുന്നത്. രണ്ടാമത്തത് ആപ്ലിക്കേഷൻ സർവീസിൽ വരുന്നതാണ് എക്സിക്യൂഷൻ സർവീസ്. എക്സിക്യൂഷൻ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷന്റെ ഒരു സിംഗിൾ ഇൻസ്റ്റൻസ്, അതാണ് വ്യത്യാസം. നമ്മുടെ ആപ്ലിക്കേഷന്റെ എക്സിക്യൂഷൻ എവിടെ എക്സിക്യൂട്ട് ചെയ്യണം, അത് ഏത് നോഡിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഷെഡ്യൂളിംഗ് സർവീസ് ആണ്. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും. ഇതിലൊരു സിംഗിൾ ടാസ്കിന്റെ മോണിറ്ററിങ്ങും അതിന്റെ എക്സിക്യൂഷൻ ഡീലിംഗുമാണ് എക്സിക്യൂഷൻ സർവീസ് ചെയ്യുന്നത്. എക്സിക്യൂഷൻ സർവീസ് കൺട്രോൾ ദ എക്സിക്യൂഷൻ സിംഗിൾ ജോബ് ദാറ്റ് കമ്പോസ് ദി ആപ്ലിക്കേഷൻ. ഒരു ആപ്ലിക്കേഷൻ ഒരുപാട് ജോബുകൾ ഉണ്ടാവും, അതിലൊരു സിംഗിൾ ജോബിന്റെ കാര്യമാണ് എക്സിക്യൂഷൻ സർവീസ് ചെയ്യുന്നത്. Though each program model has its own requirement, some common operations are. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് മോഡൽ അനുസരിച്ചിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഓരോ സിംഗിൾ, ഇപ്പോൾ ടാസ്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ത്രെഡ് ആണെങ്കിൽ അല്ലെങ്കിൽ MapReduce ആണെങ്കിൽ, MapReduce മെയിൻ ആയിട്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആർക്കിടെക്ചറിലാണ്. സോ ഇങ്ങനെ ഏത് പ്രോഗ്രാമിംഗ് മോഡലാണോ നാം യൂസ് ചെയ്യുന്നത് അതിന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ചില റിക്വയർമെന്റുകൾ ഉണ്ടായേക്കാം. അത് ആ ഒരു സ്പെസിഫിക് റിക്വയർമെന്റിന് അപ്പുറം ജനറലി ഏത് പ്രോഗ്രാമിംഗ് മോഡലിനും വേണ്ടി വരുന്ന നമുക്ക് കുറച്ച് സാമ്പിൾ എക്സിക്യൂഷൻ സർവീസുകൾ പരിചയപ്പെടാം. റിട്രീവൽ ഓഫ് ഇൻപുട്ട് ഫയൽ റിക്വയർസ് ഫോർ ദി ജോബ് എക്സിക്യൂഷൻ. നമ്മുടെ ടാസ്കിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ഫയലിനെ നമ്മൾ റിട്രീവ് ചെയ്യുക. സാൻഡ് ബോക്സ്ഡ് എക്സിക്യൂഷൻ ഓഫ് ജോബ്സ്, അത് ക്ലൗഡിൽ എവിടെയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുക. സബ്മിഷൻ ഓഫ് ഔട്ട്പുട്ട് ഫയൽ ടു ദി എൻഡ് ഓഫ് എക്സിക്യൂഷൻ, അറ്റ് ദി എൻഡ് ഓഫ് എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ടിനെ പബ്ലിഷ് ചെയ്യുക. എക്സിക്യൂഷൻ ഫെയിലിയർ മാനേജ്മെന്റ്, എവിടെയെങ്കിലും എക്സിക്യൂഷൻ ആ ടാസ്ക് അല്ലെങ്കിൽ ആ സിംഗിൾ ജോബ് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ മാനേജ് ചെയ്യും. അടുത്തത് പെർഫോമൻസ് മോണിറ്ററിംഗ്. നമ്മുടെ ഈ ജോബിന്റെ
അതായത് നമ്മുടെ ആപ്ലിക്കേഷനിലെ ഒരു സിംഗിൾ ജോബിന്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക. പാക്കിംഗ് ജോബ്സ് ആൻഡ് സെൻഡിങ് ദം ബാക്ക് ടു ദി ഷെഡ്യൂളർ. നമുക്ക് ഈ ജോബ് അസൈൻ ചെയ്ത് തരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് തരുന്നത് ഷെഡ്യൂളർ ആണ്. സോ ഈ ജോബുകളെ തിരിച്ച് പാക്ക് ചെയ്തിട്ട് അത് ഷെഡ്യൂളറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഷെഡ്യൂളർ ചെയ്യുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ എവിടെ, എങ്ങനെ, എപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഈ ആപ്ലിക്കേഷൻ ഡിഫറെന്റ് പാർട്സിനെ നമ്മൾ ഓരോ സിംഗിൾ ടാസ്ക് ആയിട്ട് കൺസിഡർ അല്ലെങ്കിൽ ജോബ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഈ ഓരോ സിംഗിൾ ജോബിനെയും മോണിറ്റർ ചെയ്യുന്നത് എക്സിക്യൂഷൻ സർവീസ് ആണ്. എക്സിക്യൂഷൻ സർവീസ് നമുക്ക് 4 തരത്തിലുള്ള മോഡൽ, പ്രോഗ്രാമിംഗ് മോഡലാണ് മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഡീഷണൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രാമിംഗ് മോഡൽ സപ്പോർട്ട് ചെയ്യിക്കാം. അതിനു വേണ്ടിയുള്ള ഒബ്ജക്റ്റ് സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടും എക്സിക്യൂഷൻ സർവീസ് ബിൽറ്റിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് ടാസ്ക് മോഡലാണ്. ആൻ ആപ്ലിക്കേഷൻ ഈസ് മോഡൽഡ് ആസ് എ കളക്ഷൻ ഓഫ് ടാസ്ക് ദാറ്റ് ആർ ഇൻഡിപെൻഡന്റ് ഫ്രം ഈച്ച് അതർ ആൻഡ് ഹോൾ എക്സിക്യൂഷൻ ക്യാൻ ബി സീക്വൻസ്ഡ് ഇൻ എനി ഓർഡർ. നമ്മുടെ ആപ്ലിക്കേഷന് ഒരു കളക്ഷനോ കുറെ ടാസ്കുകളുടെ കളക്ഷൻ ആയിട്ട് ആപ്ലിക്കേഷനെ നമ്മൾ ഡിസൈൻ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ എല്ലാം ഇൻഡിപെൻഡന്റ് ടാസ്കുകളായിരിക്കും. ഈ ഇൻഡിപെൻഡന്റ് ടാസ്കുകൾ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത് അങ്ങനെ സീക്വൻസ് ഏത് ഓർഡറിലും എവിടെയും എങ്ങനെയും വർക്ക് ചെയ്യാവുന്ന ഇൻഡിപെൻഡന്റ് സബ് ടാസ്കുകളായിട്ട് നമ്മൾ ആപ്ലിക്കേഷനെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ വർക്ക് ചെയ്യിക്കുന്നതിനെയാണ് നമ്മുടെ ടാസ്ക് മോഡൽ എന്ന് പറയുന്നത്. അതേ സമയത്ത് നമ്മൾ ജാവയിലേക്ക് മൾട്ടി ത്രെഡിങ് പഠിച്ചിട്ടുണ്ട്. മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്നത് നമുക്കറിയാം കൺകറന്റ് എക്സിക്യൂഷൻ ആണ്. സോ ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ കൺകറന്റ് എക്സിക്യൂഷന്റെ അല്ലെങ്കിൽ മൾട്ടി ത്രെഡിങ്ങിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ത്രെഡ് മോഡൽ എന്ന് പറയുന്നത്. കൂടാതെ ഈ ത്രെഡ് മോഡല് റിമോട്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന മെത്തേഡുകളെ നമ്മുടെ ത്രെഡിന്റെ അബ്സ്ട്രാക്ഷൻ ഉപയോഗിച്ച് റാപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് റിമോട്ടായിട്ടാണോ അതങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് എങ്ങനെയാണ് ഇത് റിമോട്ടായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്, അത് ഉപയോഗിക്കുന്ന മെത്തേഡ് അതാണ്. ഇതൊക്കെ ഈ ത്രെഡിന്റെ ഉള്ളിൽ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചേഴ്സിൽ പറഞ്ഞതുപോലെ നമ്മൾക്ക് അത് റാപ്പ് ചെയ്തിരിക്കുകയാണ്, അബ്സ്ട്രാക്ട് അല്ലെങ്കിൽ അതിനെ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ആ ത്രെഡ് റൺ ചെയ്യിച്ചാൽ മതി. അത് റിമോട്ടായിട്ടാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ത്രെഡിന്റെ ഇൻസൈഡിൽ നിന്ന് തന്നെ റിമോട്ടായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തുകൊള്ളും. സോ അതങ്ങനെയുള്ള ഫീച്ചറുകളൊക്കെ അത് ത്രെഡുകളെ ഇങ്ങനെയുള്ള ഫീച്ചറുകളൊക്കെ ത്രെഡിന്റെ റാപ്പിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ച് റിമോട്ട് എക്സിക്യൂഷൻ ഫീച്ചറുകളെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ഈസ് മാപ്പ് റെഡ്യൂസ്ഡ് മോഡൽ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാനുണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ ആർക്കിടെക്ചറിലാണ് മാപ്പ് റെഡ്യൂസ് മോഡൽ വർക്ക് ചെയ്യുന്നത്. ദെൻ പാരാമീറ്റർ സ്വീപ്പ് മോഡൽ. പാരാമീറ്റർ സ്വീപ്പ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ടാസ്ക് മോഡലിന്റെ ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ ടെംപ്ലേറ്റ് ടാസ്ക് whose instance are created with a different combination of parameters which is used to point a specific domain of interest. നമ്മൾ നേരത്തെ ടാസ്ക് മോഡൽ എന്ന് പറയും ഇൻഡിപെൻഡന്റ് ടാസ്കുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു. ഈ ടാസ്ക് മോഡലിൽ നമ്മളൊരു ടെംപ്ലേറ്റ് ടാസ്ക് ക്രിയേറ്റ് ചെയ്യുക. ഉദാഹരണം നമ്മൾ ക്ലാസ് പോലെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഡിഫറെന്റ് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ടെംപ്ലേറ്റ് ടാസ്ക് ക്രിയേറ്റ് ചെയ്യുക. ഈ ടെംപ്ലേറ്റ് ടാസ്കിന്റെ ഡിഫറെന്റ് ഇൻസ്റ്റൻസ് will be executed with the different parameters in order to meet our program specific need. അതാണ് നമ്മുടെ ഈ പാരാമീറ്റർ സ്വീപ്പ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടെയ്നറിന്റെ 3 സർവീസുകളും നാം കഴിഞ്ഞു. അതോടൊപ്പം ലൈറ്റ് ഇൻഫ്രാസ്ട്രക്ചറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അബ്സ്ട്രാക്ഷൻ ലെയർ നാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫാബ്രിക് സർവീസ്, ഫൗണ്ടേഷൻ സർവീസ് ആൻഡ് ആപ്ലിക്കേഷൻ സർവീസ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ക്ലൗഡ് അനേക ബിൽഡ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് നോക്കുന്നത്. അനേക ഈസ് എ പ്ലാറ്റ്ഫോം ഡെവലപ്പിംഗ് ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ ഫോർ ക്ലൗഡ്സ് ആൻഡ് നമ്മൾ ക്ലൗഡ് പറഞ്ഞപ്പോൾ തേർഡ് മോഡ്യൂൾ നാം ഡിസ്കസ് ചെയ്തതാണ്. there are different types of or deployment methods of clouds: private cloud, public cloud and hybrid clouds. So Aneka provides all these 3 types of clouds. To build the cloud from infrastructure should have an internet connection and remote administrative access to the node. നമുക്കൊരു നോഡിൽ അനേക ക്ലൗഡ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആ നോഡുമായിട്ടൊരു തറോ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. ഓൾസോ റിമോട്ട്ലി ആ നോഡിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് ഉണ്ടായിരിക്കണം. സോ ഒരു നോഡിനെ നമ്മുടെ അനേക ക്ലൗഡുമായിട്ട് നാം കണക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അവിടെ നമ്മൾ
കണ്ടെയ്നർ ഇൻസ്റ്റാൾ ചെയ്ത് കണ്ടെയ്നറെ കോൺഫിഗർ ചെയ്യുമ്പോൾ ഈ കണ്ടെയ്നർ മറ്റ് റിമോട്ടിലുള്ള കണ്ടെയ്നറുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് അനേക ക്ലൗഡ് ഫോം ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അനേക കണ്ടെയ്നർ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ അനേക സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു നോഡിനെ നമുക്ക് അനേക ക്ലൗഡിലോട്ട് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്. ഓൾസോ ഡൈനാമിക് പ്രൊവിഷനിങ് വെച്ചിട്ട്, ഡൈനാമിക് പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൈനാമിക് ആയിട്ട് വേണമെങ്കിൽ റിസോഴ്സിനെ ആഡ് ചെയ്യുകയും ചെയ്യാം, ഡൈനാമിക് ആയിട്ട് റിസോഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്യുകയും ചെയ്യാം. സോ ഈ ഡൈനാമിക് പ്രൊവിഷൻ ഉപയോഗിച്ച് വെർച്വൽ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അനേക പ്ലാറ്റ്ഫോം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റൻസ് ആണ്. സോ വെർച്വൽ ഇൻസ്റ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, അനേക്കയിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വെർച്വൽ ഇൻസ്റ്റൻസിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഓൾറെഡി അതിനകത്ത് അനേക്കയുണ്ട്, അതായത് അത് ഫിസിക്കലി ആ നോഡ് അനേക്കയിലോട്ട് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അത് ഫിസിക്കൽ ഇൻസ്റ്റന്റ് ആണ്. നമ്മൾ പുതുതായിട്ട് വെർച്വൽ ഇൻസ്റ്റൻസ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രിന്റർ, ആ പ്രിന്ററിൽ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 4-5 ആളുകൾക്ക് ഒരേ സമയത്ത് പ്രിന്റ് കൊടുക്കാം. കാരണം ഒരു ജോബ് കഴിയുമ്പോൾ അടുത്ത ജോബ് എക്സിക്യൂട്ട് ചെയ്തോളും. അപ്പോൾ ഈ 5 സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിംഗിൾ പ്രിന്റർ എന്നുള്ളത്, ഈ സിംഗിൾ പ്രിന്റർ അത് ഫിസിക്കൽ ഇൻസ്റ്റന്റ് ആണ്. അതേസമയത്ത് ഈ 5 ഡിവൈസിലും ആ പ്രിന്റർ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന രീതിയിൽ 5 ഡിവൈസിലും പ്രിന്റർ കണക്റ്റഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് വെർച്വൽ ഇൻസ്റ്റൻസ് ആണ്. സോ ഈ വെർച്വൽ ഇൻസ്റ്റൻസ് ഓൾറെഡി ഫിസിക്കൽ ഇൻസ്റ്റൻസ് ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടതാണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ അനേക കണ്ടെയ്നർ ഉണ്ട്. സോ നമുക്ക് പുതുതായിട്ട് ഇനി അഡീഷണൽ വെർച്വൽ ഇൻസ്റ്റൻസും കൂടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലൗഡ് ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം ഓൾറെഡി ആ അനേക കണ്ടെയ്നറിന്റെ സോഫ്റ്റ്വെയർ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്താണ്. ജസ്റ്റ് ആ പുതിയ വെർച്വൽ ഇൻസ്റ്റൻസിനെ ജസ്റ്റ് ഒന്ന് കോൺഫിഗർ ചെയ്ത് കൊടുത്താൽ അതുകൂടി പുതിയൊരു അഡീഷണൽ വെർച്വൽ ഇൻസ്റ്റൻസ് ആയിട്ട് നമുക്ക് അനേക ക്ലൗഡിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് അനേക ക്ലൗഡിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതൊരു സെർവർ ആണ്, സിംഗിൾ നോഡ് ആയിരിക്കാം, മൾട്ടി ത്രെഡ് മൾട്ടി പ്രോസസർ കേപ്പബിലിറ്റി ഉള്ള, ഇത് മറ്റേതെങ്കിലും ക്ലൗഡ് ആയിരിക്കാം. എനിവേ ഏതാണോ ഇത് ഡിഫറെന്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ്. ഈ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷൻ വെച്ചിട്ട് ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആൻഡ് ദിസ് ഈസ് ദ മാനേജ്മെന്റ് കൺസോൾ. ഈ മാനേജ്മെന്റ് കൺസോൾ വഴിയാണ് ഈ നോഡുകളെയും ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസുകളെയും നാം മോണിറ്റർ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ദ യൂസർ ലെവൽ, ദാറ്റ് ഈസ് അനേക റെപ്പോസിറ്ററി, HTTP ഫയൽ ഷെയറിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന യൂസർ ലെവൽ ആയിട്ടുള്ള സിസ്റ്റമാണ് നമ്മുടെ ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ബേസിക് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഓവർവ്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പബ്ലിക് ക്ലൗഡ്, പ്രൈവറ്റ് ക്ലൗഡ് ആൻഡ് ഹൈബ്രിഡ് ക്ലൗഡ് നമുക്കിത് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നമ്മുടെ അനേക കണ്ടെയ്നറിന്റെ എല്ലാ സോഫ്റ്റ്വെയർ സ്റ്റാക്കുകളും അതിന്റെ പ്ലാറ്റ്ഫോം അബ്സ്ട്രാക്ഷൻ ലെയറും നാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ അനേക ആർക്കിടെക്ചറിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗമാണ്, ദാറ്റ് ഈസ് കോൾഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് പാർട്ട്. അനേകയുടെ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് മാനേജ് പാർട്ടിൽ 2 സർവീസ് ആണുള്ളത്. ഒന്ന് SDK, സെക്കൻഡ് വൺ ഈസ് മാനേജ്മെന്റ് ടൂൾ. അനേക പ്രൊവൈഡ് ഡെവലപ്പേഴ്സ് വിത്ത് എ കോംപ്രിഹെൻസീവ് ആൻഡ് എക്സ്റ്റെൻസിബിൾ സെറ്റ് ഓഫ് APIs വിച്ച് ഈസ് SDK ടു ഡെവലപ്പ് ദി ക്ലൗഡ് ആപ്ലിക്കേഷൻ. നമുക്ക് പുതുതായിട്ട് ഡിപ്ലോയ് ചെയ്യുന്നതിന്, ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലൗഡിലാണല്ലോ നാം ഡിപ്ലോയ് ചെയ്യുന്നത്, അതിനു വേണ്ടിയുള്ള APIs എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ അനേകയുടെ SDK എന്ന് പറയുന്ന സർവീസ് ആയിരിക്കും. SDK സർവീസിൽ നമുക്ക് ആവശ്യമുള്ള മുഴുവൻ APIs-ഉം അനേക പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ APIs-നെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഹെഡർ ഫയൽ എന്ന് വേണമെങ്കിൽ API-നെ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എക്സാക്ട്ലി അല്ലെങ്കിലും നമുക്ക് ഹെഡർ ഫയൽ നമുക്കറിയാമല്ലോ, ഉദാഹരണത്തിന് ലോഗരിതം കണ്ടുപിടിക്കണം, സൈൻ കോസ് വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ C-യിലോ ജാവയിലാണെങ്കിൽ നമ്മൾ അതിന്റെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യും, C-യിലാണ് നമ്മൾ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യും. അതേപോലെ തന്നെ അത് ഒരു സിംഗിൾ സിസ്റ്റത്തിലാകുമ്പോൾ നമുക്ക് ആ പാക്കേജുകളൊക്കെ ഓൾറെഡി അതിൻ്റെ അകത്തുണ്ട്. ബൈനറി ഫോൾഡറിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഫയലുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. ആ സമയത്ത് അനേക എന്നൊരു ക്ലൗഡ് പ്ലാറ്റ്ഫോം ആണ്. സോ ഈ സർവീസുകളൊക്കെ ഹെട്രോജീനിയസ് സിസ്റ്റംസിലായിരിക്കും കിടന്നിട്ടുണ്ടാവുക. സോ അതിന് ആക്സസിന് വേണ്ടിയിട്ടുള്ള എല്ലാ APIs-ഉം അനേക SDK ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അനേക SDK പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ബോത്ത് പ്രോഗ്രാമിംഗ് മോഡൽ ആൻഡ് സർവീസസ്. നമുക്ക് പുതിയൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, അതോടൊപ്പം നമുക്ക് ഈ പറഞ്ഞ സർവീസ് അല്ലാതെ ഇനി പുതിയൊരു സർവീസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ അനേകയുടെ കണ്ടെയ്നറിൽ കുറേ സർവീസുകൾ
സർവീസുകൾ, ഫാബ്രിക് സർവീസ്, ഫൗണ്ടേഷൻ ആപ്ലിക്കേഷൻ സർവീസ്, ഇതിൽ തന്നെ ഓരോന്നിലും 2-3 ടൈപ്പ് സർവീസുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ കൂടുതൽ സർവീസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യില്ല, അതിനുള്ള ഫീച്ചേഴ്സ് കൂടി SDK പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ബൈ യൂസിങ് ദീസ് 2 മോഡൽ. ദ ഫസ്റ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻ മോഡൽ, ഡെവലപ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് ന്യൂ പ്രോഗ്രാമിംഗ് മോഡൽ. അവിടെ നമ്മൾ പുതിയ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ടാസ്ക്, ത്രെഡ്, MapReduce, സ്വീപ്പ് ഇങ്ങനെയുള്ള മോഡൽ, പുതിയൊരു പ്രോഗ്രാമിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആപ്ലിക്കേഷൻ മോഡൽ ഉള്ളത്. ദെൻ സെക്കൻഡ് വൺ ഈസ് സർവീസ് മോഡൽ, ഡിഫൈൻസ് ദ ജനറൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ന്യൂ സർവീസ് ഡെവലപ്മെന്റ്. പുതിയൊരു സർവീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സർവീസ് മോഡൽ. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന്റെ രണ്ടാമത്തെ പാർട്ട്, ദാറ്റ് ഈസ് കോൾഡ് മാനേജ്മെന്റ് ടൂൾസ് ആൻഡ് ഇന്റർഫേസസ്. Aneka also provide an intuitive management tools for administration. അതിനുവേണ്ടിയുള്ള എല്ലാ കൺസോളുകളും നമുക്ക് അനേക്കയിൽ അല്ലെങ്കിൽ അതിനുവേണ്ട ഇന്റർഫേസുകൾ നമുക്ക് അനേക്ക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The management tool consists of tools and interfaces for infrastructure management, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് ആൻഡ് ആപ്ലിക്കേഷൻ മാനേജ്മെന്റ്. ദിസ് മീൻസ് നമ്മുടെ ആപ്ലിക്കേഷന്റെ ഏത് ലെവലും, അത് ഇൻഫ്രാസ്ട്രക്ചർ ലെവലാകട്ടെ, അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂഷൻ മാനേജ്മെന്റ് ലെവലിലാകട്ടെ, അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂഷൻ ലെവലിലാകട്ടെ, ഏത് ലെവലിലുള്ള കാര്യങ്ങളെ നമുക്ക് മോണിറ്റർ ചെയ്യുന്നതിനും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഇന്റർഫേസുകളും കൺസോളുകളും അനേക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന അനേക ക്ലൗഡ് മാനേജ്മെന്റ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആ അനേക്കയുടെ ഇന്റർഫേസിലൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നാം ഇപ്പോൾ പഠിച്ചത് അനേക എന്ന് പറയുന്ന ക്ലൗഡ് ഡിപ്ലോയിങ്, ഡെവലപ്പിംഗ് ആൻഡ് മാനേജിങ് സോഫ്റ്റ്വെയർ ആണ്. വളരെ സിമ്പിൾ ആർക്കിടെക്ചർ ആണ്. നമുക്ക് നേരത്തെ പറഞ്ഞ ഡൈനാമിക് ആയിട്ട് റിസോഴ്സിനെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ആഡ് ചെയ്യാനും സ്കെയിൽ അപ്പ് ചെയ്യാനും സ്കെയിൽ ഡൗൺ ചെയ്യാനും, ഡൈനാമിക് റിസോഴ്സ് പ്രൊവിഷൻ ചെയ്യാനും, റിസോഴ്സ് അഡ്വാൻസ് റിസർവ് ചെയ്യാനും, അതുപോലെ കംപ്ലീറ്റ് മാനേജ് ചെയ്യാനുമുള്ള ഒരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ സ്യൂട്ട് ആണ്. ഒരു ലെസ് ദാൻ 10 MB അല്ലെങ്കിൽ 10 to 12 MB താഴെയുള്ള ഒരു സോഫ്റ്റ്വെയർ സ്യൂട്ട് ഉപയോഗിച്ച് ഇത് കംപ്ലീറ്റ് നമുക്ക് ബിൽഡ് ചെയ്യുന്നത് മുതൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള കംപ്ലീറ്റ് മാനേജ്മെന്റ് മോണിറ്ററിംഗ് ഫെസിലിറ്റി അനേക നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡേറ്റ ഇൻറ്റൻസീവ് ആയിട്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മാപ്പ് റെഡ്യൂസിങ് മോഡൽ എന്താണെന്നാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. താങ്ക് യു.